അവധിക്കാലം കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങൾ സ്കൂൾ ദിനങ്ങളാണ്. എല്ലാവരും സ്കൂളിലേക്ക് തിരിച്ചു പോവുകയാണ്. ഈ വെക്കേഷൻ കഴിഞ്ഞു പോകുന്ന കുട്ടികളോടും അതുപോലെ തന്നെ സ്ട്രെസ്സിൽ കഴിയുന്ന അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ സ്ട്രെസ്സിലേക്ക് പോകുന്ന പാരൻസിനോടും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ ഡോക്ടർ സിജി രവീന്ദ്രൻ പറയാനുള്ളത് എന്താണ്? അനു ഓൾറെഡി പറഞ്ഞു, സ്ട്രെസ്സിൽ ജീവിക്കാൻ പോകുന്ന പേരൻസ് അതുതന്നെയാണ് അവിടെ സംഭവം. സോ മോസ്റ്റ്ലി നമ്മുടെ പേരൻറ്റിങ്ങിൽ നമുക്ക് ഓൾറെഡി ഒരു കമ്പാരിസൺ ഉണ്ട്. അതായത് ഇങ്ങനെ ആയാലേ ഇത് പെർഫെക്റ്റ് ആവത്തുള്ളൂ, ഇങ്ങനെ ആയിരിക്കണം കുട്ടികൾ, ഇത്ര മാർക്ക് നേടിയാലേ എൻ്റെ കുട്ടി ആ ഒരു ലിസ്റ്റിലേക്ക് വരത്തുള്ളൂ. സോ ആ തോട്ട് പാറ്റേൺ മാറ്റിയിട്ട് ഇപ്പോൾ കുട്ടികൾക്ക് പല ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടാവും. അതും ന്യൂജൻ രോഗമല്ല, പണ്ടുകാലം മുതലേ ഉള്ള ഒരു കാര്യമാണ്. പല ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടാകും. ചില കുട്ടികൾ മാത്സിൽ പുറകിലോട്ടായിരിക്കും, ചില കുട്ടികൾ ഇംഗ്ലീഷിൽ എഴുത്തും വായനയ്ക്കുമായിരിക്കും പുറകിൽ. അതുമല്ലെങ്കിൽ പല ലേണിംഗ് ഡിസബിലിറ്റീസ് ഇപ്പം ADHD ഉള്ള കുഞ്ഞുങ്ങളുണ്ടാവാം, അതുമല്ലെങ്കിൽ ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഇങ്ങനെ പല രീതിയിലുണ്ടാവും. അപ്പോൾ അതിനെല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് എൻ്റെ കുട്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എത്തിയാൽ മാത്രമേ പെർഫെക്റ്റ് ആവുന്നുള്ളതിന് ചിന്തിക്കുന്നതിന് പകരം അതോടൊപ്പം സ്കൂളിൽ കുട്ടികൾ ഓൾറെഡി സ്ട്രഗിൾ ചെയ്ത് രാവിലെ തൊട്ട് വൈകുന്നേരം ഇരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷനാണ് ഇന്നത്തെ കാലത്ത്. അപ്പോൾ കുട്ടികൾ വീട്ടിലോട്ട് വരുമ്പം അത് പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളുമായിട്ട് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ മാത്രം കുട്ടികൾക്ക് കൊടുത്ത് അവർക്ക് ഷെൽട്ടറും ഫുഡും കൊടുക്കുന്നത് നമ്മളാണ്. അതുകൊണ്ട് ഇങ്ങനെ ആകാവൂ എന്നുള്ള റൂൾസിന് പകരം നിങ്ങൾ ആദ്യം റിലാക്സ് ചെയ്യുക. മോസ്റ്റ് ഓഫ് ദ കൗൺസിലിംഗ് സെഷനും കുട്ടികളുടെ പ്രശ്നമായിട്ട് വരുമ്പോൾ പലപ്പോഴും അത് എൻഡ് ചെയ്യുന്നത് പേരൻസിന് കൗൺസിലിംഗ് കൊടുത്തുകൊണ്ടാണ്. അപ്പം നിങ്ങളാണ് ആദ്യം റിലാക്സ് ചെയ്യേണ്ടത്. ബ്രീത്ത് എടുക്കുക, അല്ലേ? ഇത് ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല, അല്ലെ? കുഞ്ഞുങ്ങൾക്ക് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ പുറകോട്ട് പോയാലും നമുക്ക് ഒരുപാട് ഓപ്ഷൻസും ചോയ്സസും ഉണ്ട്. അവിടെ ആങ്കറും ഫ്രസ്ട്രേഷനും ദേഷ്യവും ഒന്നും എങ്ങും എവിടെ എത്തിക്കില്ല. അത് കുഞ്ഞുങ്ങളെയും എത്തിക്കില്ല, പേരൻസിനെയും എത്തിക്കില്ല. അത് അതിൽ കൂടെ പല ചലഞ്ചസിലോട്ടും കുട്ടികൾ പോകാനും നിങ്ങൾ പോകാനും ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ദ ഫസ്റ്റ് തിങ് ഐ വാണ്ട് ജസ്റ്റ് ബ്രീത്ത്.